ഗുഡ് മോർണിംഗ്. സൺലൈറ്റ് ഹീലിംഗ് ടാരോറ്റിലേക്ക് സ്വാഗതം. നമുക്ക് ഇന്നത്തെ ഗൈഡൻസ് നോക്കാം കേട്ടോ. നിങ്ങളുടെ ഇന്നത്തെ എനർജി എന്താണെന്ന് നോക്കാം. ദ ഡെവിൾ കാർഡാണ് വന്നിരിക്കുന്നത്. അത് കണ്ടിട്ട് നിങ്ങൾ പേടിക്കുകയൊന്നും വേണ്ട. ഇത് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ഒന്ന് ആത്മപരിശോധന നടത്താനാണ് പറയുന്നത്. നിങ്ങൾക്ക് എന്തിലെങ്കിലും ഓവർ അറ്റാച്ച്മെൻ്റ് ഉണ്ടോ? അവരില്ലാതെ പറ്റില്ല, അല്ലെങ്കിൽ അവളില്ലാതെ പറ്റില്ല, അവനില്ലാതെ പറ്റില്ല, എനിക്ക് അങ്ങനെയുള്ളൊരു ഓവർ അറ്റാച്ച്മെൻറ്റ് നിങ്ങൾക്ക് ആരോടെങ്കിലും ഉണ്ടോ എന്നൊന്ന് ശ്രദ്ധിക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ അത് മാറ്റാൻ നോക്കുക കേട്ടോ. പിന്നെ നിങ്ങൾ ആരെയാണ് ഫോളോ ചെയ്യുന്നത്, ജീവിതത്തിൽ ആരെയാണ് നിങ്ങൾ മാതൃകയാക്കുന്നത് എന്നൊന്ന് ശ്രദ്ധിക്കുക. അവർ നല്ല ഉദ്ദേശമുള്ളവരാണോ എന്നൊന്ന് അറിയുന്നത് നല്ലതാണ്. നിങ്ങളുടെ നെഗറ്റീവ് തോട്ട്സ് ഓവർലോഡായിട്ട് വരുന്നുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ അതിൽ പുറത്ത് കിടക്കാൻ ശ്രമിക്കുക. അതിൻ്റെ സൊല്യൂഷൻസ് നോക്കുക. അതൊക്കെയാണ് ഡെവിൾ കാർഡ് പറയുന്നത് കേട്ടോ. തടസ്സങ്ങൾ ചിലപ്പോൾ ഇന്ന് നിങ്ങൾക്ക് തടസ്സങ്ങളുണ്ടാവാം, നിസ്സഹായ അവസ്ഥ തോന്നാം, സന്തോഷമില്ലാത്തൊരവസ്ഥ തോന്നാം. അതൊക്കെയാണ് ഡെവിൾ കാർഡിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. ഇന്നത്തെ ദിവസം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ആ നെഗറ്റീവ് എനർജിയിൽ നിന്നൊന്ന് മാറി നിൽക്കാൻ നോക്കാനാണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഇന്നത്തെ ഗൈഡൻസ് അല്ല, ഇന്നത്തെ ദിവസം ദ വേൾഡ് കാർഡാണ്. ദ വേൾഡ് കാർഡ് ഇതിൽ നിന്ന് പുറത്തിറങ്ങിയാൽ, ഇന്നത്തെ നെഗറ്റീവ് എനർജി നമ്മൾ ശ്രദ്ധിച്ച് അതിൽ നിന്ന് പുറത്തിറങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് വിജയമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. വലിയൊരു വിജയം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ. രണ്ടും മേജർ അർക്കാന കാർഡാണ്. ഇത് കുറച്ച് ദിവസം നീണ്ടു നിൽക്കുന്ന എനർജിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഗൈഡൻസ് നോക്കാം. ഏസ് ഓഫ് വാണ്ട്സ് ആണ്. ഏസ് ഓഫ് വാണ്ട്സ് വായുവിൽ നിന്ന് ഒരു വാണ്ട് പിടിച്ചു നിൽക്കുന്നതാണ് കാണുന്നത് അല്ലേ. യൂണിവേഴ്സ് നമുക്കൊരു ഓപ്പർച്യൂണിറ്റി കൊണ്ടുവന്ന് തരികയാണ്. നിങ്ങളുടെ പാഷൻ, നിങ്ങളുടെ അഭിനിവേശം, അതിന് പറ്റിയൊരു ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത്. അതിന് നിങ്ങൾ പോസിറ്റീവ് മൈൻഡ് സെറ്റോടെ ഇരിക്കണം, ഓപ്പൺ മൈൻഡോടെ ഇരിക്കണം. എന്നാൽ മാത്രമേ അത് കാണാൻ കഴിയുള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് തീർച്ചയായും അത് കിട്ടും. അപ്പോൾ നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കൂ കേട്ടോ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ഡിയർ.